എനിക്കൊന്ന് വയ്യാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീടിൻ്റെ അവസ്ഥയാണ് കേട്ടോ ഈ കാണുന്നത്. എനിക്കിതുപോലൊരു അവസ്ഥയിൽ എൻ്റെ വീട് കാണിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ച ഒരാളല്ല. പിന്നെ ഞാൻ ഇതുപോലൊരു വീഡിയോ എടുക്കാനുള്ള കാരണം, നമ്മൾ പല വീട്ടമ്മമാരും എല്ലായ്പ്പോഴും കേൾക്കുന്നൊരു കാര്യമുണ്ട്, നിനക്ക് എന്താണ് ഈ വീട്ടിൽ പണി എന്നുള്ളത്. ഒരു വീട്ടമ്മയ്ക്ക് ആ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷെ അവളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് അടുക്കളയായിരിക്കും. നിനക്ക് ഈ വീട്ടിൽ എന്താ പണി, വെറുതെ ഇരിക്കുക. അവർക്കുള്ള ഉത്തരം ഇതാണ്. ഒരു വീട്ടമ്മ പണി ചെയ്യാതിരുന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയിരിക്കും. നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അത് വയ്യെങ്കിലും നമ്മുടെ വീട് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ വൃത്തിയാക്കി എടുക്കും. പക്ഷെ നമുക്ക് എന്നത്തെയും പോലെ കുറച്ച് സ്പീഡിൽ ചെയ്യാൻ പറ്റില്ല. കുറച്ച് പതിയെ ചെയ്യാനേ പറ്റുള്ളൂ, അത്രമാത്രം. പക്ഷേ ഈ ഒരു ചോദ്യമാണ് എപ്പോഴും വിഷമിപ്പിക്കുക. അതായത് നിനക്ക് എന്താ ഈ വീട്ടിൽ പണി എന്നുള്ളത്. പണി, നമ്മൾ ചെയ്യുന്ന പണികൾ എന്തൊക്കെയാണെന്ന് അവർ കണ്ടിട്ടുണ്ടെങ്കിലും മനസ്സിലാക്കില്ല. ഇതിപ്പോൾ എന്താ, 4 പാത്രം കഴുകാനുണ്ട്, ഒരു ചോറും കറിയും വയ്ക്കാനുണ്ട്, ഇത്രയല്ലേ. അവർ എത്ര നിസ്സാരമായിട്ടാണ് അത് പറഞ്ഞു തള്ളുന്നത്. നമ്മൾ പിന്നെ എതിർത്തൊന്നും പറയാത്തത് കൊണ്ട് തന്നെ അവരുടെ ചോദ്യം ഇങ്ങനെ കാലാകാലം തുടർന്നുകൊണ്ടേ. രാത്രി മുഴുവൻ ശരീരം ചൊറിച്ചിലായിരിക്കും, ചുട്ടുപൊകച്ചിലായിരിക്കും. നേരം വെളുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേദന ആയിരിക്കും ശരീരത്തിനുണ്ടായിരിക്കുക. പക്ഷേ ഇതിനേക്കാളൊക്കെ വേദന എന്ന് പറയുന്നത് നമ്മളെ മനസ്സിലാക്കേണ്ടവർ നമ്മൾ മനസ്സിലാക്കണില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ അർട്ടിക്കേരിയ എന്നുള്ള ഈ ഒരു രോഗാവസ്ഥ അനുഭവിക്കുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ മാനസികാവസ്ഥ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. എത്ര വൈകിട്ട് കിടന്നിട്ടുണ്ടെങ്കിലും രാവിലെ ഒരു 6:30 ആകുമ്പോൾ എന്തായാലും എണീക്കും. കാരണം കുട്ടികൾ ഉണ്ടാക്കണമല്ലോ, സ്കൂളിലേക്ക് പോകാനുള്ളതല്ലേ. അതുണ്ടാക്കിയിട്ട് അത് തന്നെയാണ് ഇപ്പോൾ 2 ദിവസമായിട്ട് സ്കൂളിലേക്ക് കൊടുത്തയക്കുക. തലേ ദിവസത്തെ അലർജിയുടെ മരുന്നിൻ്റെ സഡേഷൻ വിട്ടുപോയിട്ടുണ്ടാവില്ല. കണ്ണിങ്ങനെ മയങ്ങി പോകും. അപ്പോൾ ഞാൻ കുറച്ചു നേരം കിടന്നു കഴിഞ്ഞ് വന്നിട്ടാണ് ഈ ഒരു പണി ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ തന്നെ ചെയ്യണം. വീട്ടിലെന്താ പണി എന്നുള്ള ചോദ്യത്തിന് ഉത്തരങ്ങൾ നമുക്ക് കൊടുക്കാനില്ലല്ലോ. അതെ, പാത്രം കഴുകലും നമ്മുടെ അടുക്കള ക്ലീൻ ചെയ്യലും കഴിഞ്ഞു. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു പകുതി ആശ്വാസം കേട്ടോ. കാരണം എല്ലാ ഭാഗവും ഒന്ന് വൃത്തിയിലിരിക്കണ കാണുമ്പോഴേ നമ്മുടെ മനസ്സിനൊരു സമാധാനം വരും. ഇനി മറ്റുള്ള ഭാഗങ്ങൾ കൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാനൊന്ന് പോയി കുളിക്കട്ടെ. ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും ഞാനൊന്ന് ഉഷാറാവും. എന്നിട്ട് മതി ബാക്കി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ. കുളിച്ചൊന്ന് ഫ്രഷായിട്ട് വന്നു. ഇനി ഞാൻ ചോറ് വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കും രാത്രിക്കും കൂടിയുള്ള ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രണ്ടും കൂടിയിട്ടാകുമ്പോൾ ഞാൻ അടുപ്പത്ത് തന്നെ തീ പിടിപ്പിച്ചിട്ടുണ്ട് ചോറ് വെക്കാൻ വേണ്ടിയിട്ട്. ഇനി സിമ്പിളായിട്ട് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കണം. കാരണം ഈ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് കിടക്കണേ. നല്ല ഉറക്കം വരുന്നുണ്ട്. ഇപ്പോഴും മരുന്ന് കഴിച്ചതിൻ്റെ സഡേഷൻ വിട്ടിട്ടില്ല. ഇനി ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ പോയി കിടക്കും. അപ്പോൾ സ്നേഹത്തോടെ, അശ്വതി.